ആശ്വാസം പകരുന്ന വാക്കാണത്. എന്തൊക്കെ പോയാലും ശരി, മീസാനിൽ തൂക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ചൊല്ലിക്കൂടി സഹോദരങ്ങളെ, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൂടി, സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് എനിക്കറിയുന്ന രണ്ടാൾക്കാരുണ്ട്. ആളെ പറഞ്ഞു തരില്ല, രണ്ടാൾക്കാരുണ്ട്. രണ്ടാള് സ്വലാത്തെങ്കിലും നാവിൽ മധുരം വരും. നിങ്ങളെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. സ്വലാത്തിൽ കുറച്ച് കഴിയുമ്പോൾ നാവിൽ മധുരം വരും. പിന്നെ മധുരത്തോടെ സ്വലാത്തുള്ളത് രണ്ടാളുകൾ എനിക്കറിയാം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറയണത്, ഒന്നൊരു താത്തയാണ്, സാധാരണ പെണ്ണ് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ പാടില്ലത്. സുബ്ഹാനല്ലാഹ്, കൽബർ. ഞാൻ അതല്ല പറയുന്നത്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നീളോ വലിപ്പോ നമ്മുടെ വേറെ എന്തെങ്കിലും കണക്ക് നോക്കുന്നുണ്ട്, ഒന്നും നോക്കാൻ പോകുന്നില്ല. നമ്മുടെ ചിലപ്പോൾ സരസിൽ നിസ്സാരൻ എന്ന് തോന്നുന്ന ഒരാള് ചിലപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്ത് നല്ല സ്വാധീനമുള്ള ആളായിരിക്കും, നല്ല സ്ഥാനമുള്ള ആളായിരിക്കും. നമുക്കൊരാൾ നമ്മളെ വേഷം കൊണ്ട് പറയാൻ കഴിയില്ല. ഇനി ഒരാൾ ഒരു പഴയ ഒരു തുണി എടുത്തിട്ടാണ് വന്നത്, അയാളെ കുറ്റം പറയാൻ നമ്മൾ പോകണ്ട. റസൂലുള്ളാഹിന്റെ മജ്‌ലിസിലേക്ക് വരും ഏറ്റവും നല്ല